ചേതമംഗലം കൂട്ടക്കൊലയിൽ പ്രതി യദുവിന് മാനസിക വൈകല്യങ്ങളൊന്നുമില്ലെന്ന് വ്യക്തമാക്കി അന്വേഷണ സംഘം. കൊടും ക്രൂരത നടത്തിയ പ്രതി കൃത്യമായി തന്നെ അന്ന് നടന്ന സംഭവങ്ങൾ പോലീസിന് വിശദീകരിച്ചു കൊടുത്തു. നേരത്തെ ഏതെങ്കിലും ആശുപത്രികളിൽ മാനസിക വൈകല്യത്തിന് പ്രതി ചികിത്സ തേടിയതായോ പ്രതി ലഹരി ഉപയോഗിച്ചിരുന്നതായോ തെളിവില്ലെന്ന് പോലീസ് വ്യക്തമാക്കി. മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ മാത്രമാണ് പ്രതി ആക്രമണം നടത്തിയതെന്നും 3 പേരെ ക്രൂരമായി കൊന്നൊടുക്കിയതെന്നും പോലീസ് വ്യക്തമാക്കുന്നു. നേരത്തെ നിരവധി കേസുകളിൽ പ്രതിയായ ഇദ്ദേഹം കൊടും ക്രിമിനൽ പശ്ചാത്തലം ഉള്ളതിനാലാണ് ആക്രമണം നടത്തിയത്. യദുവിനെ നാട്ടുകാർക്ക് ഭയമായതിനാൽ ആരും ഇയാളെ തടഞ്ഞില്ലെന്നും വ്യക്തമാക്കുന്നു. യദുവിന്റെ അയൽവാസിയായ വേണു 60, ഭാര്യ ഉഷ് 52, മകൾ വിനീഷ് 32 എന്നിവരാണ് കൊല്ലപ്പെട്ടത്. വിനീഷയുടെ ഭർത്താവ് 35-കാരനായ ജിതിന് ബോസിനെ ആക്രമിക്കാനാണ് പ്രതി വീട്ടിൽ അതിക്രമിച്ച് കയറിയത്. എന്നാൽ ആക്രമണം തടയാൻ ശ്രമിച്ച വേണുവിനെയും വിനീഷയെയും ഉഷയെയും പ്രതി കൊലപ്പെടുത്തുകയായിരുന്നു. ഗുരുതരമായി പരുക്കേറ്റ ജിതിന് ചികിത്സയിലാണ്. അതിനിടെ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ച ശേഷം സംസ്കരിച്ചു. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. ഇതിനായി കസ്റ്റഡി അപേക്ഷ നൽകും. ശേഷമായിരിക്കും പ്രതിയുമായി തെളിവെടുപ്പ് നടത്തുക. യദുവിനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണിപ്പോൾ. വീണ്ടും വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. ചേതമംഗലത്തെ കൂട്ടക്കൊലയ്ക്ക് പിന്നാലെ ഇയാളുടെ മാനസിക നില പോലീസ് പരിശോധിക്കുകയായിരുന്നു. മാനസിക പ്രശ്നങ്ങൾക്ക് ഇയാൾ എവിടെയും ചികിത്സ തേടിയിട്ടില്ലെന്നും പോലീസ് വ്യക്തമാക്കി. ഇയാൾ ലഹരിക്ക് അടിമയായിരുന്നതായി നാട്ടുകാർ അടക്കം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി ലഹരിക്ക് അടിമയല്ലെന്ന് പോലീസ് കണ്ടെത്തിയത്. കൂട്ടക്കൊലപാതകത്തിന്റെ കാരണം തന്നെയും വീട്ടുകാരെയും കളിയാക്കിയതിലുണ്ടായ ദേഷ്യത്തെ തുടർന്നാണ് ആക്രമണത്തിന് മുതിർന്നതെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. ബംഗളൂരുവിൽ നിർമ്മാണ തൊഴിലാളിയായി ജോലി ചെയ്യുന്ന പ്രതി കഴിഞ്ഞ ദിവസമാണ് നാട്ടിലേക്ക് വന്നത്. ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന പ്രതിയെ കൂട്ടുകാട് വച്ച് പോലീസ് തടഞ്ഞ് നിർത്തുകയായിരുന്നു. സിഗരറ്റ് കത്തിച്ച് ഹെൽമെറ്റ് ധരിക്കാതെ വാഹനമോടിച്ചതിനായിരുന്നു പോലീസ് കൈകാണിച്ചത്. തുടർന്ന് ബൈക്ക് നിർത്തി ഇറങ്ങി വന്ന പ്രതി ഒരു കൂസലുമില്ലാതെ താൻ 4 പേരെ കൊന്നുവെന്ന് പോലീസിനോട് പറഞ്ഞു. എന്നാൽ കമ്പിവടി, കത്തി എന്നിവ കൊണ്ട് 4 പേരെ ആക്രമിച്ച പ്രതിയുടെ വസ്ത്രത്തിൽ രക്തപ്പാടുകളൊന്നും ഉണ്ടായിരുന്നില്ല. തുടർന്ന് വടക്കേക്കര പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. തങ്ങളെ ശല്യപ്പെടുത്തി എന്നാരോപിച്ച് അയൽവീട്ടുകാർ കഴിഞ്ഞ നവംബറിൽ യദുവിനെതിരെ പരാതി കൊടുത്തിരുന്നു. എന്നാൽ അതിൽ പോലീസ് നടപടിയുണ്ടായില്ല. വിളിച്ചുവരുത്തിയെങ്കിലും പ്രതിക്ക് മാനസിക ചികിത്സ നൽകാമെന്ന അച്ഛന്റെ ഉറപ്പിൽ വിട്ടേക്കുകയായിരുന്നു.